ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഇന്ന് നമ്മുടെ ആൻഡമാൻ ട്രിപ്പ് ഡേ 2 ആണ് കേട്ടോ. മോർണിംഗ് എണീറ്റത് ഒരു ബെഡ് കോഫി കുടിച്ചിട്ടാട്ടോ നമ്മുടെ ഡേ സ്റ്റാർട്ട് ആയത്. പിന്നെ ദേ ഞങ്ങൾ 3 പേരും എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. പോകുന്ന വഴിക്ക് ഒരു സൗത്ത് ഇന്ത്യൻ തട്ടുകട, പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടെ തന്നെ വണ്ടി നിർത്തി. നമ്മൾ പുറത്ത് ട്രിപ്പ് പോയിട്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറയുന്നത്, അതും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. നല്ല ചൂട് നെയ്ദോശയും ചട്നിയും ചമ്മന്തിയും സാമ്പാർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നിവിൻ പോളി പറയുന്ന പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിന്ന് നോർത്ത് ബേയും റോസ് ഐലൻഡുമാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് 150 ഇയേഴ്സ് ഓഫ് ഗാന്ധിയുടെ ഒരു സ്റ്റാറ്റ്യൂവും ലോഗോവും കാണാം കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഷോപ്പുകളെല്ലാം ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടോ. നമ്മൾ എത്തുമ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നേരുവിന് ക്യാപ്പ് കിട്ടിയതിന്റെ സന്തോഷമായിട്ടേ കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നേരെ പോയത് ടിക്കറ്റ് എടുക്കാനാണ്. ഏത് ഐലൻഡിൽ പോവുകയാണെങ്കിലും ബോട്ട് തന്നെ വേണം കേട്ടോ. ദേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ടിക്കറ്റ് എടുക്കാനായിട്ടും ടിക്കറ്റ് എടുത്തിട്ടും വെയിറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മളും ടിക്കറ്റ് എടുത്തു. നോർത്ത് ബേയിലേക്കും റോസ് ഐലൻഡിലേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ചാണ് കേട്ടോ എടുക്കേണ്ടത്. അവിടെ ചെന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ടിക്കറ്റും ഇവിടെ തന്നെ എടുക്കണം കേട്ടോ. ബോട്ടിന് 870 പെർ ഹെഡ് ആണ് കേട്ടോ, 2 ഐലൻഡിലേക്കും കൂടെ വരുന്നത്. നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ഗ്ലാസ് ബോട്ടം റൈഡ് ആണ് കേട്ടോ ചൂസ് ചെയ്തത്. അതിന് 1200 പെർ ഹെഡ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിന് ടൈം ആയപ്പോൾ നമ്മൾ പുറത്ത് വന്നു കേട്ടോ. ഈ കാണുന്ന എല്ലാവരും നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാരാണ്. മഹേശ്വരി എന്ന് പറയുന്ന ഒരു ബോട്ടാട്ടോ നമുക്ക് കിട്ടിയത്. ഗൈസ്, നമ്മളങ്ങനെ ജംഗ്ലിഗഡ് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ റോസ് ഐലൻഡ്, അവിടെ നിന്ന് നേരെ നോർത്ത് ബേ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, ഇതായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നേരുവിന് ബോട്ടിലിരുത്താന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. നേരു മമ്മി നോക്ക്. ഹലോ, എവിടെ പോണേ? ബോട്ടിലാണോ? ദേ അങ്ങനെ നമ്മുടെ ബോട്ട് എത്തി. വരുന്ന കേട്ടോ നമ്മുടെ ബോട്ട്. സീറ്റ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ക്യൂ നിന്നിട്ടാട്ടോ കയറിയത്. അങ്ങനെ ബോട്ട് എത്തിയത് നേരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കുമായിരുന്നു. അവള് ബുക്സിലും കാർട്ടൂണിലും അല്ലാതെ ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ നേരിട്ട് ബോട്ട് കാണുന്നത്. ഞങ്ങൾ ടോപ്പിൽ കയറാന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷെ കൊച്ചുങ്ങളെ കൊണ്ട് അലവടല്ല എന്ന് പറഞ്ഞു. പിന്നെ താഴെയും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. AC ബോട്ടായതുകൊണ്ട് വെയിലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കയറിയിരുന്നതും ആൾക്ക് വിൻഡോ സീറ്റ് വേണമെന്ന്. പിന്നെ കാര്യമായിട്ടിരുന്ന് പുറത്ത് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പുറത്ത് ബോട്ടുകളും ഷിപ്പുകളും കാണുമ്പോൾ അവള് ബോട്ടിനകത്തെന്നുള്ള കാര്യം മറന്നിട്ടാന്ന് തോന്നുന്നു. കാര്യമായിട്ട് എന്നെ വിളിച്ച് കാണിച്ചിരുന്നുണ്ടായിരുന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 5 മിനിറ്റ്സ് കഴിച്ചത് നമ്മുടെ ബോട്ടിൽ ഗൈഡ് വന്നു കേട്ടോ. ഫസ്റ്റ് വന്നതും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ആൻഡമാന്റെ കുറെ സ്റ്റോറീസും കുറെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നല്ല ടൈം പാസ് ആയിരുന്നു കേട്ടോ. ആള് തന്ന ഇൻസ്ട്രക്ഷനിലെ ഒരു കാര്യമായിരുന്നു പുറത്ത് നേവിയുടെ ഷിപ്പ് കാണുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കരുതെന്നുള്ളത്. ഈ കാണുന്ന കേട്ടോ ഹാഡോ ജെട്ടി. ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും മുംബൈയിൽ നിന്നെല്ലാം വരുന്ന ഷിപ്പുകൾ ഇവിടെ വന്നിട്ടാട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ നോർത്ത് ബേ എത്താനായിട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തന്നെ കേട്ടോ. കാണാൻ എത്ര ഭംഗിയാണെന്ന് പറഞ്ഞാലും പുറത്ത് വന്ന് നിൽക്കുമ്പോൾ വെള്ളം കാണുമ്പോൾ ഒരു പേടി തന്നെയായിരുന്നു കേട്ടോ ഉള്ളിൽ. ആ കാണുന്ന കേട്ടോ ഡോൾഫിൻ ഗ്ലാസ് ബോട്ട്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ആൻഡമാനിൽ മാത്രമുള്ള ഒരു റൈഡാണ് കേട്ടോ അത്. ആക്ച്വലി നമുക്കതിൽ ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കേട്ടോ ഗ്ലാസ് ബോട്ടം റൈഡ് ചൂസ് ചെയ്തത്. നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങിയതും ആക്ടിവിറ്റി ചെയ്യാനായിരുന്നു കേട്ടോ ഫസ്റ്റ് കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബോട്ടം റൈഡൊക്കെ ചെയ്തു കേട്ടോ. നേരുവിന് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു കേട്ടോ ഇത്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് ചെയ്യുമ്പോൾ. കടലിനടിയിലുള്ള കാഴ്ചകളെല്ലാം നേരിട്ട് കാണാൻ പറ്റുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആൻഡമാനിൽ പോയിട്ട് ഈ റൈഡിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് ഞങ്ങൾ കോറൽസ് കാണുന്നത്. നേരുവിന് കോറൽസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഫിഷസ് കാണുമ്പോഴായിരുന്നു അവൾ ഹാപ്പി ആയത്. അങ്ങനെ റൈഡിന്റെ എൻഡിലായിട്ട് ഈ കാഴ്ചയും കൂടെ കാണാൻ പറ്റിയപ്പോൾ നേരു ഒരുപാട് ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ദേ ഈ കാണുന്നതാണ് നോർത്ത് ബേ ഐലൻഡ്. വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ ഇത്. ഷോറിന് സൈഡായിട്ട് മാങ്ങയും ആപ്പിളും കുക്കുംബറൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ട് പോയതാണ് കേട്ടോ. ഒരു ആപ്പിളിന്റെ റേറ്റ് 200 ആണ് അവർ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് റേറ്റ് മാത്രം ചോദിച്ചിട്ട് മെല്ലെ അവിടെ നിന്ന് വിട്ടു. കത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര കത്തിയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഒരു പേൽപ്പൂരി മേടിച്ച് കഴിച്ച് നടന്നു കേട്ടോ. നേരുവിന് എപ്പോഴും കുറച്ച് സ്പൈസി സ്നാക്സിനോടാണ് ഇഷ്ടം. ഇവിടെ ഒത്തിരി ഷോപ്പിങ്ങിനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടുകാർ നമുക്ക് ഇവിടെ 2 hours സ്പെൻഡ് ചെയ്യാൻ ടൈം എന്നുണ്ടായിരുന്നുള്ളൂ. ലൈറ്റ് ഹൗസിലേക്കാണെങ്കിൽ 280 meters നടക്കാനും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും നമ്മൾ ഷോപ്പ് ചെയ്യാൻ നിന്നില്ല. നല്ല വെയിലും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കയറ്റമായിരുന്നു കേട്ടോ റൂട്ട്. 280 meters നടന്ന് കയറുമ്പോഴേക്കും എല്ലാവരും നല്ല ടയേർഡായി. അത് ഞങ്ങളുടെ ഫേസ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ പോയിന്റിലെത്തി. ദേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു കഷ്ടപ്പാടേ അല്ലായിരുന്നു. ദേ ഇതുണ്ടല്ലോ, ഇതായിരുന്നു ശരിക്കുള്ള ടാസ്ക് ഗൈസ്. ഓരോ സ്റ്റെയർ കയറി കഴിയുമ്പോഴും ഫേസ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും. പക്ഷെ ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിലും നല്ല ത്രില്ലിംഗും ആയിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ നേരുവിനെ വെച്ചിട്ടാണല്ലോ ഈ ലൈറ്റ് ഹൗസ് കയറിയത്. അവളുടെ ഏജിലുള്ള ഒരു കൊച്ചിനെ പോലും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കണ്ട 1-2 പേര് നമ്മളോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എങ്ങനെ ഇവിടെ വെച്ച് കയറിയെന്ന്. എത്രയൊക്കെ ടാസ്ക് ആയിരുന്നെങ്കിലും ആ ടോപ്പ് വ്യൂവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാ ടയേർഡും മറന്നു. അത്രയ്ക്കും നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ്. ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നവരാരും ടോപ്പ് വ്യൂ വിസിറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. താഴെ വന്ന് നോക്കുമ്പോൾ സൈഡിലായിട്ടൊരു പ്ലേയിങ് ഏരിയയും. അത് കണ്ടത് നേരു ഫസ്റ്റ് പോയിട്ട് ഊഞ്ഞാലിൽ കയറിയിരുന്നു. പുറകെ ഞാനും കൂടി. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയപ്പോൾ താഴെ വന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചു.
നേരും ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നതായി കാണുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ഫിഷ് താലിയാണ് കേട്ടോ കഴിച്ചത്. അതിൽ ചോറ്, സാമ്പാർ, പപ്പടം, ഒരു വെജിറ്റബിൾ സബ്ജി, അച്ചാർ, പിന്നെ ഫിഷ് കറിയും. അയലയായിരുന്നു കേട്ടോ ഫിഷ്. അതും നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ അതേ ടേസ്റ്റ്. അവിടെയും സ്കൂബിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇനിയുള്ള ആക്ടിവിറ്റീസ് ഹാവലോക്കൊന്നും ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബോട്ട് വരുന്നവരെ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ പോയി ചില്ല് ചെയ്തു. അങ്ങനെ നീലിൽ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ദൈവന്മാരെയും കൂടെ കൂട്ടിയിട്ടോ. കാണാനും കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ഇനി നേരെ പോകുന്നത് റോസ് ഐലൻഡിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ലവ് യു ഓൾ.